ഇത് ഏതോ സ്മഗ്ലിംഗ് പാർട്ടിയുടെ എഴുത്താണ്. ദാ ഇവിടെ IKT എന്ന് മാത്രം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ IKT? IKT എന്ന് പറഞ്ഞാ ഇടികൊള്ളും തീർച്ച. ഇതെന്തോ കുഴപ്പം പിടിച്ച കേസാണ്. ഞാൻ എപ്പോഴും പറയാറില്ല ഇവൻ കാരണം എല്ലാവരും അകത്ത് പോകുന്നു. ഇപ്പൊ എന്തായി? കിടന്ന് ബഹളം വെക്കാതെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇതെല്ലാം കൂടി ആ പാവയ്ക്കകത്ത് തിരിച്ചിട്ട് അത് അതേപോലെ കിടന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിടാം. അങ്ങോട്ട് കൊണ്ടുപോയല്ലേ. ഇപ്പൊ അവിടെ ചെന്ന നാട്ടുകാരും പോലീസുകാരും ഒക്കെ ഉണ്ടാവും. നമുക്ക് സ്മഗ്ലിംഗ് പാർട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് എല്ലാത്തിനും പിടിച്ച് അകത്തിടും. ഇതെന്തിനാണ് അവിടെ കൊണ്ടുവെക്കണത്? നമുക്ക് വിറ്റ് പങ്കിട്ടെടുക്കാം. വിൽക്കാനോട്ട് കൊണ്ടില്ലേ? ഞാനില്ല. എടാ നമ്മളെ ബുദ്ധിമുട്ടിൽ അറിഞ്ഞ് ദൈവം തന്നായിരിക്കും. ഒരു 10-25 ലക്ഷം രൂപയുടെ ഡയമണ്ട്സ് ഉണ്ട്. അതൊന്നും ശരിയാവൂല. ഇത് നമ്മുടെ കയ്യിൽ വെച്ചോണ്ടിരുന്ന പോലീസിന്റെ ഇടികൊള്ളും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ പറയണത്? ഒരു ഐഡിയ. നമുക്കിത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി കൊടുത്താലോ? ഓ, അവന്റെ ഒരു ഐഡിയ. കൊണ്ടുപോടാ. അവരുടെ കൈ കിട്ടിയ തെളിയാത്ത വല്ല കേസും ഉണ്ടെങ്കിൽ അതുവരെ അവരിടിച്ച് തെളിക്കും. പിന്നെ പുറത്തു വരുമ്പോ മുഖം അലോമനി പാത്രത്തിൽ ലോറി ഏറി വരിക്കും. എന്നാലേ നമുക്കിത് അച്ഛനെ ഏൽപ്പിക്കാം. അച്ഛനൊരു തീരുമാനം എടുക്കട്ടെ. ബെസ്റ്റ്. അച്ഛൻ്റെ കൊടുത്താലേ അങ്ങേര് അതുകൊണ്ട് ഏതെങ്കിലും നേർച്ചപ്പെട്ടി ലോട്ടിടും. നേർച്ച വീഴുന്നത് കള്ളപ്പണമാണോ മോഷണ സ്വത്താണോ എന്ന് പള്ളിയിലോ അമ്പലത്തിലോ പോയി ചോദിക്കാനുള്ള നിയമമില്ലല്ലോ. തൽക്കാലം നമുക്കിത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് അറിഞ്ഞിട്ട് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കാം. നമ്മളിത് ഇപ്പൊ എവിടെ കൊണ്ടുപോയി വെക്കും? വേറെ എവിടെയും വെക്കണ്ട, ഇവിടെ തന്നെ ഇരിക്കുന്നല്ലേ നല്ലത്. അതെടാ, ഇവിടെ വെക്കണ്ട. അവസാനം പോലീസ് എന്നെ പോക്കും. ഭദ്രമായിട്ട് വയ്ക്കാൻ നമുക്കൊരു സ്ഥലമുണ്ട്. വേണ്ടടാ. ഇതും ആരുടെങ്കിലും നീ അങ്ങോട്ട് കൊടുക്കാം. വേണ്ടടാ, വേണോ? എന്തിനാ? അങ്ങോട്ട് എന്റെ പാവ അല്ലേ? കണ്ട. അധോലോക സുന്ദരി വാഹന അപകടത്തിൽ മരിച്ചു. നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് സംശയിക്കപ്പെടുന്ന ഒരു അജ്ഞാത യുവതി ഒരു വാഹന അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞു. ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞത്? സ്മഗ്ലിംഗ് പാർട്ടിയാണെന്ന് വ്യക്തമായില്ലേ? അതിന് രത്നത്തിന്റെ കാര്യമൊന്നും പത്രത്തിൽ എഴുതിയിട്ടില്ലല്ലോ. പിന്നെ കള്ളക്കടത്തുകാരാണെന്ന് പത്രക്കാർക്ക് എങ്ങനെ മനസ്സിലായി? ഒന്ന് പോടാ അവിടുന്ന്. നമ്മുടെ പോലീസുകാർ ഇവിടെ പന്ത് കളിച്ച് നടക്കുകയാണെങ്കിലും കേസ് പിടിക്കാൻ അവന്മാരെ മിടുക്കന്മാരാ. അവന്മാർക്ക് എന്തെങ്കിലും ഹിന്ദി ഇട്ട് കാണും. രത്നത്തിന്റെ കാര്യമൊന്നും അവരറിയാത്ത സ്ഥിതിക്ക് ഇനി സാധനം വിറ്റ് നമുക്ക് കാശാക്കാം. പിക്ക് കാശാക്കാം. ഒന്ന് പോടാണെന്ന്. അന്വേഷണം നടക്കുന്നുണ്ടാവും. എപ്പോഴാണ് പോലീസ് കയറി വരണമെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഇന്നലെ രാത്രി കണ്ട മോട്ടോർ സൈക്കിളുകാരനായിരിക്കും. പോയി നോക്കാം, വാ. ഇതാവും തന്നെ നമ്മൾ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ച് കണ്ട. എന്റെ അമ്മേ, നമ്മൾ ഇന്നലെ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ചൊരു മോട്ടോർ സൈക്കിളിനെ കണ്ടില്ലേ? അയാൾക്ക് ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അയാൾ ഇങ്ങോട്ട് കയറി വരുന്നു. എന്റെ നീ പത്രം എവിടെയെങ്കിലും ഒളിപ്പിച്ചു നോക്കി. എവിടെ ഒളിപ്പിക്കും? ഇങ്ങോട്ട് കൊണ്ടുവാ, ഞാൻ ഒളിപ്പിച്ചു നോക്കാം. പത്രം ഒളിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. വാതിലും തുറന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കലാദർശനയിലെ മിമിക്സ് താരങ്ങളല്ലേ? അല്ല, അതെ. നിങ്ങളുടെ പരിപാടി ഞാൻ കൊല്ലത്ത് വെച്ച് കണ്ടു. വളരെ നന്നായിരുന്നു. ഫാന്റാസ്റ്റിക്. ആ ലാലിന്റെയും മമ്മൂട്ടിയുടെ ഇമിറ്റേഷൻ ഉണ്ടല്ലോ, അത് വളരെ നന്നായിരുന്നു. എന്റെ പേര് ജെയിംസ് ബോണിഫസ്. SN കോളേജിൽ ലെക്ചറാണോ? അല്ല, ഞാൻ അടുത്ത താമസിക്കുന്നത്. അയ്യേ. ആ വഴി വരുമ്പോ തീർച്ചയായിട്ടും വീട്ടിൽ കയറണം. എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ 7ാം നമ്പർ റൂമിലാ താമസം. നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതാ. അപ്പൊ വരട്ടെ. അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ.
അയ്യോ നിസാം എന്റെ തൊണ്ടയിൽ എന്തോ തടഞ്ഞിട്ടുണ്ട്. വേസ്റ്റ് ബാസ്കറ്റ്. എന്തുവാടാ ഇത്? നീ എന്തായി കാണിച്ചത്? ന്യൂസ് പേപ്പർ ഒളിപ്പിച്ചു വെച്ചതാ. ഒറ്റ ഇടി വെച്ചാ പുറത്തൊരു ന്യൂസ് പേപ്പർ ഒളിപ്പിക്കാൻ വായില്ലോ. കുറച്ച് വെള്ളം ഇന്നലെ പാവയ്ക്കുള്ളിൽ ഒരു കത്തുണ്ടായിരുന്നല്ലോ, എന്തി? അത് ഇവിടെ ഇരിപ്പുണ്ട്. അത് അറിയാവുന്ന ആരൊക്കെ കൊണ്ടൊരു വായിപ്പിക്കും. എനിക്കറിയാവുന്ന ഒരു ഉറുദു മാഷുണ്ട്. ആളെങ്ങനെ വിശ്വാസം ഇല്ലാത്ത പോലെ പാർട്ടിയാണെങ്കിൽ ആകെ കുഴപ്പമോ? എന്റെ കൊച്ചാപ്പ നല്ലപോലെ ഉറുദു വായിക്കും. എങ്കിൽ അങ്ങേരെ കൊണ്ട് വായിപ്പിക്കാം. പക്ഷെ കൊച്ചാപ്പ കഴിഞ്ഞ മാസം മരിച്ചുപോയി. എന്റെ അമ്മേ, അവന്റെ അണ്ണാക്കിലോട്ട് കയറ്റി. ഇനി ഒന്നും നോക്കാനില്ല. നമുക്ക് ഇപ്പൊ തന്നെ ആ മാഷിനെ പോയി കണ്ട് എഴുത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. എന്താ മാഷേ, ഇത് ഞാനാ, ഉണ്ണി. ഓ ഉണ്ണിയായിരുന്നു. മാഷ് എന്തിനാ ഓടിയത്? ഞാൻ വിചാരിച്ചു കടം വാങ്ങിച്ച് കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും പിന്നാലെ വരികയാണെന്ന്. മാഷിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ വന്നാ ഞങ്ങള്. എന്താ ഉണ്ണികൃഷ്ണ വിശേഷം? ഞങ്ങളുടെ ഉറുദുവിൽ ഒരു ലെറ്റർ ഉണ്ട്, അതിന്റെ അർത്ഥം മാഷൊന്ന് വായിച്ച് പറഞ്ഞു തരണം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി? ഇതാ പെണ്ണെ എത്തിയിടന്ന പക്ഷേ ഇത് ഞങ്ങളുടെ മിമിക്രിയിലെ ഒരു പുതിയ ഇനമാണ്. അതായത് ഉറുദു അറിഞ്ഞാത്ത ഒരാൾ ഉറുദു അറിയാവുന്ന ഒരാളോട് സംസാരിച്ചിരിക്കുമ്പോ ഉറുദു അറിയാവുന്ന വേറെ സ്ത്രീ ഒരു എഴുത്ത് എഴുതാൻ വരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഉറുദു എഴുതുന്നു, ഹിന്ദിയിൽ എഴുതോ, തമിഴ് എഴുതോ, കന്നഡത്തിൽ എഴുതോ, അങ്ങനെ എങ്ങനെ മാഷിന്റെ അർത്ഥം പറഞ്ഞില്ല. അതാണോ കാര്യം? പറഞ്ഞു തരാം. പ്രിയപ്പെട്ട കാസർഗോഡ് കാതർബായി, ഇവിടുന്ന് ഒരു ലീലാപ്പണിക്കരുടെ കയ്യിൽ 25 ലക്ഷത്തിന്റെ ചരക്കയക്കുന്നു. കിട്ടിയാലുടൻ ഫോൺ ചെയ്യണം എന്ന് നിങ്ങളുടെ സ്വന്തം ഐക്കേറ്റി. ഈ ഐക്കേറ്റി എന്താ? ഇന്റർനാഷണൽ കള്ളത്തട്ടിപ്പ്. അല്ല മാഷെ, നമ്മുടെ മിമിക്രിയുടെ കോടാ. പിന്നെ മാഷെ, ഇത് പുറത്താരോടും പറയരുത്, നമുക്ക് ഡേഞ്ചറാ. വേറെ ഒന്നുമല്ല, വേറെ മിമിക്രി ട്രൂപ്പുകാരുണ്ട്, അവരിത് കോപ്പി അടിക്കും. അവരുടെ മാഷെ, താങ്ക്സ്. ഉണ്ണികൃഷ്ണ, ഒരു 100 രൂപ കടം തരാൻ കാണുവോ? ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഈ കാസർഗോഡ് കാദർബായി ഇന്റർനാഷണൽ സ്മഗ്ലിംഗുമായി ബന്ധമുള്ള ആളാ. ഇത്രയും വിലയുള്ള ഡയമണ്ട്സ് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവർ വെറുതെ ഇരിക്കില്ല. കാദർബായിയുടെ ആൾക്കാർ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടാവും. ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. നമുക്കിത് കാദർബായുടെ കൈ കൊണ്ടേ കൊടുത്തിട്ട് ഉണ്ടായത് എന്താണെന്ന് അങ്ങോട്ട് തുറന്നു പറയാം. ആ ചിലപ്പോ തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ട് കാതറുമായി 25,000 രൂപയിൽ നമുക്ക് തരാതിരിക്കൂല. ഇവിടെ മരണപ്രാളം. അവന് കാശുണ്ടാക്കുന്ന കാര്യം ഒന്ന് പോടാ അവിടെ. എടാ, നമ്മൾ ഇതും ചുമന്നുകൊണ്ട് അങ്ങോട്ട് എന്താ അവസാനം വേലിയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. തല്ലുകൊള്ളാനും ജയിലിൽ കിടക്കാനും താല്പര്യമുള്ളവർ എന്ത് വേണമെങ്കിലും വായിക്കും. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ എന്നെ അങ്ങോട്ട് പറ. നമുക്ക് നാളെ തന്നെ കാസർഗോട്ടേക്ക് പോവാം. എന്താടാ വണ്ടി നിർത്തിയത്? എത്ര നേരമായത്? ഞാൻ ആകെ ക്ഷീണിച്ചു. ഇനി നിങ്ങൾ ആരെങ്കിലും വണ്ടി ഓടിക്കും. 2 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, ചവിട്ട് വിട്. എന്നാ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാം. ആ ഇറങ്ങ. എല്ലാവർക്കും 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ ഞാൻ പെർമിഷൻ തന്നിരിക്കുന്നു. ഒന്ന് ഇരിക്കാന്ന് വെച്ച വാട്ട് ഈസ് ദിസ്? ഡീസന്റ് ആയി ബിഹേവ് യു ബ്രദേഴ്സ്. എടാ സാബു, ഇതിന്ന് 5 എടുത്ത് മാറ്റിയ കാതറുമായി അറിയോടാ. ഒന്ന് പോടാ അവിടെ നിന്ന്. കയ്യും കണക്കൂല്ലാതല്ലേ കള്ളക്കടത്ത് സാധനം കൊടുത്തേക്കുന്നത്. കാതറുമായി എന്തെങ്കിലും തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വരുന്നത്. തരുവാടാ. തരും. പോലീസ് ഡിപ്പാർട്ട് നിർത്തിയല്ലോ.
ഞാൻ മാത്രം പേടിച്ചില്ല. അള്ളാ, രക്ഷപ്പെട്ടു മോനെ, കേറിക്കോടാ. ഈ കാതറിന്റെ വീട് എവിടെയാ? ഫോ! ഓന്റെ കാര്യം ഇവിടെ മുണ്ടിപ്പോരുത്. അയ്യോ, അവൻ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. കൊന്നാളെ ഞാൻ എല്ലാത്തിനെയും. ആ ഇബിലീസിന്റെ കാര്യം പറഞ്ഞോണ്ട് ഒരൊറ്റ എണ്ണ ഈ കടയിൽ കയറി പോരുത്. 3 മക്കളെ എന്നെ ഉപേക്ഷിച്ച് കണ്ട തേപിടിച്ചവളോടെ പോയവനാവൻ. പിന്നെ ഒന്നുമില്ല. ഈ കാദർബായിയുടെ വീട് എവിടെയും ചോദിച്ചപ്പോ ഇവര് ചൂടാവുന്നു. വട്ടാണോ? അല്ല, കാദർബായിക്ക് കാസർഗോഡ് കാദർബായി എന്നാ ഫുൾ നെയിം. കാസർഗോഡ് കാദർബായി. ഇത്താത്ത, നിങ്ങളുടെ കെട്ടിയവൻ ഖാദറിനെയല്ല, കാസർഗോഡ് കാദർബായിനെ അന്വേഷിക്കുന്നത്. എന്റെ പടച്ചോനെ, ഞമ്മടെ കെട്ടിയോനെ അന്വേഷിച്ച് വന്നതാണെന്ന് ഓർത്ത് പറഞ്ഞതാ. ക്ഷമിക്കണം കേട്ടാ. അതൊന്നും സാരമില്ല. എടാ, അങ്ങോട്ട് പോകണ്ടടാ, വീട് കണ്ടിട്ട് പേടിയാവണ്. പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇറങ്ങ ഇറങ്ങ. ज्येष्ठा, ये कासरगोड कादरबाई कौन है? हम लोग कासरगोड कादरबाई को मिलने के लिए एक दूजे के लिए हम किसी से कम नहीं. പരന്തു എന്തിനാണോ ഹിന്ദി പറഞ്ഞ് വിഷമിക്കുന്നത്? മലയാളത്തിൽ പറഞ്ഞാ പോരെ? അമ്മാവൻ കൂർക്കയല്ലേ അല്ലേ? ദേ പട്ടി. ഞങ്ങൾ ഈ ബൊമ്മ ബൊക്കെ എവിടെ കൊടുക്കാനുള്ളതല്ല. ഞങ്ങള് ഈ മുസ്ലിം യൂത്ത് വിങ്ങിന്റെ ആൾക്കാരാ. ഇത് സിദ്ധൂട്ടി, ബൈജൂട്ടി, അൻസൂട്ടി, അശോട്ടി, സൈനോട്ടി, ഞാൻ ജഗ്ഗൂട്ടി, ഞങ്ങളുടെ ലീഡർ ബാപ്പൂട്ടി, സ്ഥലം കൊണ്ടോട്ടി. ഇപ്പൊ എന്ത് വേണം? ഞങ്ങൾ ഈ പള്ളി പൊളിച്ച് അമ്പലം പണിയണോ, അമ്പലം പൊളിച്ച് പള്ളി പണിയണോ, ഏത് പൊളിക്കണം, ഏത് പണിയണം എന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കണം. വരൂ. ആള് വളരെ ഇന്റലിജന്റ്. നമ്മൾ പറഞ്ഞെല്ലാം മനസ്സിലായി. ആ, നിങ്ങളോട് നിൽക്കേ, ഞാനിപ്പോ വരാം. തോന്നണത് ആ കരച്ചിൽ കിട്ടില്ലടാ. ഇതുകൊണ്ട് നമ്മൾ അകത്ത് പോയാ ഇത് തന്നെയാണ് നമ്മളെ ഗതി. ഇവരെങ്ങോട്ട് പോയി? ഞാൻ അപ്പോഴേ പറഞ്ഞ കാസർഗോഡും പോണ്ട, ഒരു മണ്ണാങ്കട്ടലും പോണ്ടെന്ന്. നിനക്കായിരുന്നല്ലോ കൂടുതൽ ഇണക്കം. പിന്നെ ഇതും തലയിൽ വെച്ചോണ്ട് നീര് ചാവണോന്നാണോ നീ പറയുന്നത്? എന്ത് ചെയ്താലും കൊള്ളാം, ഇത് കയ്യിൽ നിന്ന് ഒഴിവാക്കണം. സംഭവം കഴിഞ്ഞ് ഇത്രയും ദിവസമായ സ്ഥിതിക്ക് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് ഈ ഡയമണ്ട്സ് എല്ലാം പോലീസിലോ കസ്റ്റംസിലോ ഏൽപ്പിക്കാമെന്നാണ്. എന്നിട്ട് കള്ളക്കടത്ത് സാധനങ്ങൾ പിടിച്ചു കൊടുത്താൽ 20% കമ്മീഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. ആ സ്ഥിതിക്ക് നമുക്കില്ലേ ബുദ്ധിമുട്ടുള്ള ആവശ്യങ്ങളൊക്കെ. അത് ശരിയാ. 20% വെച്ച് നോക്കുമ്പോ എങ്ങനെയായാലും 2 ലക്ഷത്തോളം രൂപ കിട്ടും. എടാളിയ, കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളയരുത്. ഈ പണം മുഴുവൻ നമുക്ക് കിട്ടിയുള്ള സ്ഥിതി ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെയായാലും ശരി, സന്ധ്യയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തേ പറ്റൂ. ഇപ്പൊ എന്താ സംഭവിച്ചത്? വീട്ടു തടങ്കലിലാണെന്ന് വരെ വേണമെങ്കിൽ പറയാം. ഒരു സ്ഥലത്തേക്കും വിടുന്നില്ല. പാട്ടും ഡാൻസ് പഠിത്തവും ഒക്കെ നിന്നു. ഫോൺ അറ്റൻഡ് ചെയ്യാൻ വരെ സമ്മതിക്കുന്നില്ല. അവളെയും ബൈക്കിന്റെ പുറകിലിരുത്തി പട്ടണ പ്രദർശനം നടത്തുമ്പോ ആലോചിക്കണമായിരുന്നു. ഇപ്പൊ അനുഭവിച്ചോ? ഇപ്പൊ എങ്ങനെയാ സന്ധ്യ ഒന്ന് കാണുക? ബുദ്ധിമുട്ടാണ്. അവന്മാരവിടെ ഇല്ലേ? എടാ, എന്തെങ്കിലും കാര്യമില്ലാതെ സന്ധ്യയിൽ എതിരെടുത്ത് പറഞ്ഞയക്കില്ല. എന്താണ് ഒരു വഴി? വഴിയുണ്ട്. ആരാ? ഹലോ സർ, ഞങ്ങൾ കേരള നാട് പത്രത്തിന്റെ റിപ്പോർട്ടേഴ്സ് ആണ്. ഐ എം ജുബൈ ലാബ്രഡോർ. ഇത് മിസ് ജിഞ്ചിലി ചിലി. ഹലോ, ഞങ്ങളൊരു ഹാപ്പി ന്യൂസ് അറിയിക്കാൻ വന്നതാണ്. മിസ് സന്ധ്യ ചെറിയന് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നു. റിയലി? സന്ധ്യ പ്ലീസ് കം മിസ്റ്റർ ജുബൈ, പ്ലീസ്. താങ്ക് യു. ഈ റാങ്ക് കിട്ടിയ വിവരം കേരള നാട് തന്നെ ആദ്യം അറിയിക്കണമെന്ന് ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. വി വെർ വെരി പർട്ടിക്കുലർ. കുഷനിലെ ഞങ്ങൾക്ക് മിസ് സന്ധ്യ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. ഡെഫിനറ്റ്ലി. മോളെ, ഈ വർഷത്തെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് നിനക്കാണെന്ന്. ഓ, ഫസ്റ്റ് റാങ്ക് കിട്ടിയോ? താങ്ക് യു. അച്ചായ, ഞാൻ സെക്കൻഡ് പ്രതീക്ഷിച്ചുള്ളൂ. എക്സ്ക്യൂസ് മീ. ആരാ? വരൂ. ഞാൻ പല പ്രാവശ്യം ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. എനിവേ, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് മിസ് സന്ധ്യ ചെറിയാൻ. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ ആം MM തുരപ്പനങ്ങാടി, MA MJ, അസിസ്റ്റന്റ് എഡിറ്റർ, കേരള ഹെറാൾഡ് ഡെയിലി. സോറി, എനിക്ക് ഒട്ടും സമയമില്ല. ഒരു 5 മിനിറ്റ് എനിക്ക് തരണം. മിസ് സന്ധ്യ ഒന്ന് ഇന്റർവ്യൂ ചെയ്യും. നോ, ദിസ് ഈസ് സന്ധ്യ ചെറിയൻ. ഐ ആം സോറി മിസ് സന്ധ്യ. മിസ്റ്റർ തുരപ്പൻ, തിരക്ക് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളാണ് ആദ്യം വന്നത്. കേരള നാട് ഇന്റർവ്യൂവിന് ശേഷം മതി ഹെറാൾഡോ അംബാസിഡറും ഒക്കെ.